എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് കർഷകർക്ക് സന്തോഷകരമായിട്ടുള്ള പ്രധാനപ്പെട്ട വാർത്തകളാണ് എത്തിയിരിക്കുന്നത്. കിസാൻ സമ്മാൻ നിധിയുടെ 20ാമത്തെ ഗഡു ബീഹാറിൽ വെച്ച് പ്രധാനമന്ത്രി വിതരണം ചെയ്യുമെന്ന വാർത്തയാണ് ഒന്ന്. രണ്ടാമത്തേത്, സംസ്ഥാനത്ത് വിള ഇൻഷുറൻസ് എടുക്കുന്നതിനുള്ള പോർട്ടൽ 10 ദിവസത്തേക്ക് തുറന്നിരിക്കുന്നു എന്നതാണ്. വീഡിയോ പൂർണ്ണമായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് പൂർണ്ണമായിട്ടുള്ള വിശദാംശങ്ങളിലേക്ക് കടക്കാം. 2025 ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ എന്നീ 4 മാസങ്ങളിലെ ഗഡുക്കളായിട്ടുള്ള 2000 രൂപയുടെ വിതരണ തീയതിയെക്കുറിച്ചുള്ള വാർത്തകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. സാധാരണ ജൂൺ മാസത്തിൽ വരാറുള്ള ഗഡു ഇപ്പോൾ ഇത്തവണ 4ാം മാസമായിട്ടുള്ള ജൂലൈയിലാണ് വിതരണം നടത്തുന്നത്. വിദേശയാത്രകൾ കഴിഞ്ഞ് നാട്ടിലെത്തുന്ന പ്രധാനമന്ത്രി ബീഹാറിലെ മോത്തിഹാരിയിൽ വെച്ചുള്ള പൊതുപരിപാടിയിൽ വെച്ച് കിസാൻ സമ്മാൻ നിധിയുടെ 20ാമത്തെ ഗഡുവിൻ്റെ വിതരണം പ്രഖ്യാപിക്കുമെന്നാണ് വാർത്തകൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ കേന്ദ്രത്തിൻ്റെ വിവിധ ആനുകൂല്യങ്ങളുടെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നും അതിലൊന്ന് കിസാൻ സമ്മാൻ നിധിയുടെ 20ാമത്തെ ഗഡുവിൻ്റെ വിതരണം ആയിരിക്കുമെന്നാണ് ലൈവ് ഹിന്ദുസ്ഥാൻ, ഗുഡ് റിട്ടേൺ തുടങ്ങിയ ഒട്ടേറെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ജൂലൈ 18-നാണ് പ്രധാനമന്ത്രിയുടെ ബീഹാറിലെ പൊതുപരിപാടി നടക്കുന്നത്. കഴിഞ്ഞ 19ാമത്തെ ഗഡുവിൻ്റെ വിതരണം ബീഹാറിൽ വെച്ച് നടത്തിയിരുന്നു. ഇനി ജൂലൈ 18-ന് എത്ര മണിക്കാണ് വിതരണം ആരംഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ ഔദ്യോഗികമായിട്ട് തന്നെ വരുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, കാലാവസ്ഥ അധിഷ്ഠിത വിള ഇൻഷുറൻസിന് രജിസ്റ്റർ ചെയ്യുവാനായി കാത്തിരുന്ന കർഷകർക്ക് ആശ്വാസകരമായിട്ട് പോർട്ടൽ തുറന്നിരിക്കുകയാണ്. ജൂലൈ 5 മുതൽ ജൂലൈ 15 വരെ കർഷകർക്ക് പോർട്ടലിൽ ഖരീഫ് 2025 സീസൺ രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. മുൻ വർഷങ്ങളിൽ 10,000-കണക്കിന് കർഷകർ ഒരു മാസം കൊണ്ട് ഇൻഷുറൻസ് എൻറോൾ ചെയ്തിരുന്നതാണ്. ഈ സാഹചര്യത്തിൽ 10 ദിവസം കൊണ്ട് എങ്ങനെ എൻറോൾമെൻറ്റ് പ്രക്രിയ പൂർത്തീകരിക്കുമെന്ന ആശങ്കയിലാണ് അംഗീകൃത ഇൻഷുറൻസ് ബ്രോക്കർമാരും ഏജന്റുമാരും. നിലവിലുള്ളവർക്കെങ്കിലും രജിസ്ട്രേഷൻ നടത്തുവാനുള്ള ശ്രമത്തിലാണിവർ. അക്ഷയ സെന്ററുകളിലും അവസരമുണ്ട്. പ്രധാനമന്ത്രി ഫസൽ ബീമ യോജനയിൽ ഈ സീസണിലെ രജിസ്ട്രേഷനുള്ള സമയപരിധി ജൂൺ 30-ന് അവസാനിച്ചതാണ്. പക്ഷേ പോർട്ടലിൽ ഇതുവരെ തുറന്നിട്ടില്ലായിരുന്നു. പേമാരിയും ഉരുൾപൊട്ടലും അടക്കമുള്ള പ്രകൃതി ദുരന്തങ്ങളിൽ സംഭവിക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ നഷ്ടത്തിനിടയിൽ സഹായമാണ് ഈ ഒരു പദ്ധതിയിലൂടെ പ്രധാനമായിട്ടും ലഭ്യമാകുന്നത്. ഈ സീസണിൽ വിളകളിറക്കി ഇൻഷുറൻസിൽ ചേരാൻ കാത്തിരിക്കുന്ന 1 ലക്ഷത്തോളം കർഷകർ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് തങ്ങൾക്കും എൻറോൾ ചെയ്യുവാൻ ആകുമോ എന്ന അങ്കലാപ്പിലാണ് ഇപ്പോൾ നിലവിലുള്ളത്. പ്രധാനമായിട്ടും അതോടൊപ്പം തന്നെ സബ്സിഡി ഇനത്തിൽ സംസ്ഥാന സർക്കാർ നൽകേണ്ട തുക നൽകാത്തതാണ് പ്രതിസന്ധിക്ക് മറ്റൊരു കാരണമെന്ന് പറയുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ച് പോർട്ടൽ തുറക്കുമെന്നും രജിസ്ട്രേഷനുള്ള അവസരമൊരുക്കുമെന്നും പദ്ധതി നടത്തിപ്പുകാരായിട്ടുള്ള അഗ്രികൾച്ചർ ഇൻഷുറൻസ് കമ്പനി പറഞ്ഞിരുന്നതാണ്. 2 സീസണുകളിലായിട്ട് നടപ്പിലാക്കുന്ന വിള ഇൻഷുറൻസിൽ പ്രീമിയത്തിൻ്റെ 75% കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സബ്സിഡിയാണ്. അതുകൊണ്ട് തന്നെയാണ് 4-1 ചിലവ് നമുക്ക് ഇവിടെ വരുന്നത്. അതുകൊണ്ട് തന്നെ നഷ്ടപരിഹാരം നേടുവാൻ കർഷകർക്ക് സുവർണ അവസരമാണ് നിലവിലിപ്പോൾ വന്നിട്ടുള്ളത്. അതേസമയം 2023-ലെ 1ാം വിള മുതൽ 2 കൊല്ലമായിട്ട് 6 സീസണിലെ ക്ലെയിം കർഷകർക്ക് നൽകിയിട്ടില്ല. സംസ്ഥാന സർക്കാർ സബ്സിഡി മുടങ്ങിയതാണ് ഈ ഒരു അനിശ്ചിതത്തിന് ഇടയാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ 10 വർഷത്തോളമായി കാലാവസ്ഥ അധിഷ്ഠിത വിള ഇൻഷുറൻസ് പദ്ധതി സജീവമാണ്. ഓരോ സീസണിലും 1 ലക്ഷത്തോളം കർഷകരാണ് ഈ പദ്ധതിയിൽ ചേരുകയും ഇൻഷുറൻസ് നഷ്ടപരിഹാരം നേടുകയും ചെയ്യുന്നത്. കേരളത്തിൽ പ്രധാനമായിട്ടും നെൽകൃഷിക്കും മരിച്ചിനി, വാഴ, പച്ചക്കറി മുതലായ 30ഓളം മറ്റ് വിളകൾക്കുമാണ് പരിരക്ഷയുള്ളത്. കാലാവസ്ഥാ വ്യതിയാനം കൊണ്ടുണ്ടാകുന്ന നഷ്ടങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള നഷ്ടപരിഹാരം നൽകുന്നതാണ്. പ്രീമിയത്തിൻ്റെ 15% മാത്രം കർഷകർ വഹിക്കുകയും 85% കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വഹിക്കുകയുമാണ് ചെയ്യുന്നത്. നെല്ലിന് മാത്രം വിരിപ്പ്, മുണ്ടുകൻ, പുഞ്ച എന്നീ 3 സീസണുകളിലായിട്ടാണ് കേരളത്തിൽ പദ്ധതി നടപ്പിലാക്കുന്നത്. വിരിപ്പ് ഇൻഷുറൻസ് ജൂൺ മാസത്തിലും മുണ്ടകൻ സെപ്റ്റംബർ മാസത്തിലും പുഞ്ച ഡിസംബറിലുമാണ് ചെയ്യേണ്ടത്. എന്നാൽ ഈ വർഷം ജൂലൈ മാസത്തിലാണ് വിരിപ്പ് സീസണിൻ്റെ എൻറോൾമെൻറ്റ് ആരംഭിച്ചിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ പോർട്ടലിൽ കൂടിയാണ് എൻറോൾമെൻറ്റ് ചെയ്യേണ്ടത്. കർഷകർക്ക് 15% പ്രീമിയം അടച്ച് പദ്ധതിയിൽ ചേരാവുന്നതാണ്. ഇത് ഓരോ വിളയും എത്ര ഭൂമിയിൽ കൃഷി ചെയ്യുന്നു എന്നതനുസരിച്ച് വ്യത്യാസമുണ്ടാകുന്നതാണ്. ഇത് പ്രധാനമായിട്ടും അക്ഷയ സെൻറ്റർ, അംഗീകൃത ഇൻഷുറൻസ് ബ്രോക്കർമാർ, ഏജന്റുമാർ മുഖേന നമുക്ക് പദ്ധതിയിൽ ചേരാവുന്നതാണ്. ചേരാനായില്ല എങ്കിൽ അനേകം കർഷകർ ദുരിതത്തിലാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫോർമേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.